കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്ക് പിന്നാലെ ജെഫ്രി എപ്സ്റ്റീൻ ഉൾപ്പെട്ട വൻ ലൈംഗിക കുറ്റകൃത്യങ്ങളുടെ വിവരങ്ങൾ പുറത്തുവിടാനുള്ള ബില്ലിൽ ഒപ്പിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതോടെ ഒരു മാസത്തിനകം US നീതിന്യായ വകുപ്പ് കേസിലെ മുഴുവൻ രഹസ്യ വിവരങ്ങളും ഇന്റർനെറ്റിലൂടെ പുറത്തുവിടുമെന്നാണ് വിവരം. ഫയലുകൾ പുറത്തുവിടാനുള്ള നീക്കത്തെ മാസങ്ങളായി എതിർത്തിരുന്ന ട്രംപ് എപ്സ്റ്റീന്റെ ഇരകളിൽ നിന്നും റിപ്പബ്ലിക്കൻ പാർട്ടി അംഗങ്ങളിൽ നിന്നും എതിർപ്പ് കടുത്തതോടെയാണ് കഴിഞ്ഞ ആഴ്ച തീരുമാനം മാറ്റിയത്. എപ്സ്റ്റീന്റെ കേസിലെ അതീവ രഹസ്യമായ രേഖകൾ പുറത്തുവിടാനുള്ള നീക്കത്തിന് അമേരിക്കൻ സെനറ്റ് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു. പ്രസിഡന്റിന്റെ അധികാരം ഉപയോഗിച്ച് നേരത്തെ തന്നെ എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടാൻ ട്രംപിന് കഴിയുമായിരുന്നു. എന്നാൽ US കോൺഗ്രസിൽ ബില്ല് പാസാക്കിയ ശേഷം മാത്രം കൈക്കൊണ്ട തീരുമാനത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്നാണ് വിലയിരുത്തൽ. എപ്സ്റ്റീൻ ഫയൽസിൽ ട്രംപിന്റെ പേരുണ്ടെന്നും ലൈംഗിക കുറ്റവാളിയുമായി ട്രംപിന് വലിയ അടുപ്പമുണ്ടായിരുന്നു എന്നും പലതവണ ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ ആരോപണം ആവർത്തിച്ച് നിഷേധിച്ച ട്രംപ് ഫയലുകൾ പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. ഇതിനിടെ ട്രംപിന്റെ പേര് പരാമർശിക്കുന്ന തരത്തിൽ എപ്സ്റ്റീന്റെ ചില മെയിലുകൾ പുറത്തു വന്നതോടെ ട്രംപ് നിലപാട് മാറ്റുകയായിരുന്നു. ന്യൂയോർക്ക് സിറ്റിയിലെ പ്രമുഖ വിദ്യാലയമായ ഡാൽട്ടൺ സ്കൂളിലെ ഗണിത അധ്യാപകനായിരുന്നു ജെഫ്രി എപ്സ്റ്റീൻ. 1970കളിൽ ജോലി ഉപേക്ഷിച്ച് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കായ ബെയർ സ്റ്റേൺസിൽ ചേർന്നു. 1982ൽ സ്വന്തം സ്ഥാപനമായ ജെ എപ്സ്റ്റൈൻ ആൻഡ് കോ സ്ഥാപിച്ചു. പ്രമുഖ വ്യക്തികൾക്കായി എപ്സ്റ്റൈൻ പാർട്ടികൾ സംഘടിപ്പിച്ചു. പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ചതും ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചതുമടക്കം നിരവധി ആരോപണങ്ങൾ ജെഫ്രി എപ്സ്റ്റൈൻ നേരിട്ടു. 2008ൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക തൊഴിലിന് പ്രേരിപ്പിച്ചു എന്ന കേസിൽ എപ്സ്റ്റൈൻ കുറ്റം സമ്മതിച്ചു. തുടർന്ന് 18 മാസത്തെ തടവിന് ശിക്ഷിച്ചു. 2019 ജൂലൈ 24 എപ്സ്റ്റൈനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. എപ്സ്റ്റീൻ മരിച്ചതിനെ കുറിച്ചുള്ള അന്വേഷണ വിവരങ്ങൾ, എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട ഫയലുകൾ, ആശയവിനിമയങ്ങളും എന്നിവ 30 ദിവസത്തിനുള്ളിൽ പുറത്തുവിടണമെന്ന് നീതിന്യായ വകുപ്പിനോട് നിർദ്ദേശിക്കുന്നതാണ് ട്രംപ് ഒപ്പുവെച്ച ബിൽ.